السماء جلالا فأزيد أسراب الغيوم جمالا وألون الدنيا بأجمل بسمة وأكون للخير العميم مثالا أسمو وأجتاز അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ഫ്രൈഡേ റൂട്ടീനാണ് കാണിക്കുന്നത്. രാവിലെ 7 മണി മുതലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുന്നുള്ള കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കുക്കുംബർ ജ്യൂസാണ്. ഇൻസ്റ്റയിലൊരു ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. കുക്കുംബർ ജ്യൂസ് കുടിക്കുന്നതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് നമ്മളെ സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മളെ വെയിറ്റ് ലോസിനും ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ജ്യൂസാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു കുക്കുംബർ, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര്, ആവശ്യത്തിന് വെള്ളം. ഇത്രയും ഐറ്റംസ് മതി. പിന്നെ ഞാനിതിൽ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഉപ്പിട്ടിട്ട് കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തേനുണ്ടെങ്കിൽ അത് ചേർത്തിട്ടും ഈ ജ്യൂസ് കുടിക്കാം. അടുത്തതായിട്ട് ഞാനിനി ചെയ്യാൻ പോകുന്നത് ഖുർആൻ ജേർണലിംഗ് ആണ്. ഫ്രൈഡേ മോൻക്ക് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ ചെയ്യാൻ കുറേ ടൈം കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഖുർആൻ ജേർണലിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഞാൻ ജേർണലിംഗ് ചെയ്ത സൂറത്തല്ല വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ മുന്നേ ഖുർആൻ ജേർണലിങ്ങിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂറത്തുൽ നാസ് വരെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് സൂറത്തുൽ ഫലക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ സൂറത്തുൽ ഫലക്ക് എന്ന് മുകളിൽ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൂറത്തുൽ ഫലക്ക് 113ാമത്തെ സൂറത്താണ്. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ മക്കയിൽ അവതരിച്ച സൂറത്താണ്, അതുകൊണ്ട് മക്ക എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ സൂറത്തിൽ 5 ആയത്തുകളാണ് ഉള്ളത്. അതും ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫലക്ക് എന്നതിൻ്റെ അർത്ഥം ദ ഡൗൺ, ഡേ ബ്രേക്ക് എന്നൊക്കെയാണ് അർത്ഥം. അതായത് പ്രഭാതം എന്നാണ് മലയാളം മീനിങ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ആയത്തുകളുടെയും അർത്ഥങ്ങൾ മനസ്സിലാക്കാം. ആദ്യം ബിസ്മി എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് കുൽ അഊദു ബിറബ്ബിൽ ഫലക്ക്, അതായത് പറയുക പ്രഭാതത്തിൻ്റെ നാഥനോട് ഞാൻ അഭയം തേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തത് മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയിലെ തിന്മകളിൽ നിന്ന്. വമിൻ ശർരി ആസിക്കിൻ ഇദാ വഖബ്, ഇരുണ്ട രാത്രികളിലെ തിന്മകളിൽ നിന്ന്. വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ്, മന്ത്രവാദം ചെയ്യുന്നവരുടെ ദ്രോഹത്തിൽ നിന്ന്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലുക്കൾ അസൂയപ്പെടുമ്പോൾ അവൻ്റെ ദ്രോഹത്തിൽ നിന്ന്. ഇതാണ് ഈ സൂറത്തിൻ്റെ ഓരോ ആയത്തിൻ്റെയും അർത്ഥങ്ങൾ. അടുത്തത് ഈ സൂറത്തിൻ്റെ സമ്മറിയാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ സംരക്ഷണവും മാർഗനിർദ്ദേശവും തേടുന്നതിനുള്ള ദുആയാണ് സൂറത്തുൽ ഫലക്ക്. വളരെ വെല്ലുവിളികൾ നിറഞ്ഞ സമയത്താണ് മക്കയിൽ ഈ സൂറത്ത് അവതരിച്ചത്. അനിശ്ചിതത്വങ്ങളും പേടിയും നിറഞ്ഞ സമയത്ത് അള്ളാഹുവിനോട് അഭയം തേടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് ഈ സൂറത്തിൽ പറയുന്നത്. കണ്ണേറ്, സിഹർ, അസൂയ, മന്ത്രവാദം എന്നീ ദോഷങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടാൻ ഈ സൂറത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചതിനെ തുടർന്ന് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. അതിൽ നിന്നുള്ള സംരക്ഷണത്തിനാണ് ഈ സൂറത്ത് അവതരിച്ചത്. മുഅവ്വിദത്തൈൻ, അതായത് സൂറത്തുൽ ഫലക്ക് ആൻഡ് സൂറത്തുൽ നാസ്, ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്ത ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുഖം പ്രാപിക്കുകയും സിഹറിൻ്റെ ഫലങ്ങൾ നീങ്ങിപ്പോവുകയും ചെയ്തു. ഇതാണ് ഈ സൂറത്തിൻ്റെ സമ്മറി. ഞാനിത് ഗൂഗിളിലും ChatGPT, അതേപോലെ ഖുർആനിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇതിലൊക്കെ നോക്കിയിട്ടാണ് ജേർണലിങ് ചെയ്യുന്നത്. ഇനി ഞാനിതിൻ്റെ റിഫ്ലക്ഷനാണ് എഴുതി വെച്ചിട്ടുള്ളത്.
ഇതിൽ നിന്ന് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് അഭയം തേടലാണ്. അതായത് എല്ലാ തരം തിന്മകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹുവിനോടാണ് നമ്മൾ അഭയം തേടേണ്ടത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ സംരക്ഷണം. കണ്ണീർ, സിഹർ, അസൂയ, മാരണം എന്നിവയിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ സംരക്ഷണം വളരെ പ്രധാനമാണ് എന്നും കൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് തിന്മകളെ കുറിച്ചിട്ടുള്ളൊരു അവബോധം. കണ്ണീർ, സിഹർ, അസൂയ തുടങ്ങിയവയെല്ലാം മനുഷ്യനെ ശാരീരികമായും മാനസികമായും അപകടപ്പെടുത്തും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റിഫ്ലക്ഷനായിട്ട് ഞാനിതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി അടുത്തത് സൂറത്തുൽ ഫലക്കിൻ്റെ ബെനിഫിറ്റ്സ്. നമ്മൾ ഈ സൂറത്ത് ഓതിയാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്. പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. കണ്ണീർ, സിഹർ, മാരണം എന്നിവയിൽ നിന്നും സംരക്ഷണം ലഭിക്കും. ആത്മീയ സംരക്ഷണം, സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സൂറത്തുൽ ഫലക്കിൻ്റെ ജേർണലിംഗ് ചെയ്യുമ്പോൾ ഞാൻ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് വേറെയും റെഫറൻസൊക്കെ വെച്ചിട്ട് നോക്കിയിട്ട് അങ്ങനെ ചെയ്യുക. ഇതിലിപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനേക്കാളും നല്ല രീതിയിലായിരിക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവുക. അതുകൊണ്ടാണ് വേറെയും റെഫറൻസൊക്കെ എടുത്ത് നോക്കിയിട്ട് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ജേർണലിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ്. ഇവിടെ ഇഡ്ഡലിക്കുള്ള കുറച്ച് മാവ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഫ്രൈഡേയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും റെഡിയാക്കാറില്ല. എന്തെങ്കിലും ഇവിടെ ഉള്ളതൊക്കെ വെച്ച് കഴിച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യലാണ്. കാരണം ഫ്രൈഡേ എൻ്റെ ഹസ്ബൻഡും മോനും കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കുക. പിന്നെ ഫ്രൈഡേ നമ്മൾ ബിരിയാണിയാണ് വെക്കാറുമുള്ളത്. അതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലൈറ്റായിട്ടാണ് കഴിക്കാറ്. ഇന്നിപ്പോൾ ഇഡ്ഡലി ബാറ്റർ ഉള്ളതുകൊണ്ട് ഉണ്ടാക്കിയെന്ന് മാത്രം. അടുത്തത് ഇനി ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസാണ്. ചെമ്മീൻ ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ആദ്യം ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണ് വിനാഗിരി ഇത്രയും ചേർത്തിട്ട് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. കോൺഫ്ലവർ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതേ ഓയിലിൽ തന്നെയാണ് നമ്മൾ മസാലയും റെഡിയാക്കുന്നത്. ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. സ്പൈസസ് ഒന്ന് ചൂടായി വന്നാൽ ഞാനിവിടെ ഒരു 3 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്കുള്ള റൈസ് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. 3 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ 3 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം, ആ ഒരു കണക്കിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. നമ്മൾ അരി ഒരു അരമണിക്കൂറൊക്കെ സോക്ക് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനെടുത്താൽ മതി. സോക്ക് ചെയ്യുന്നില്ലെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. ഇനി നമ്മൾ മസാലയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മളെ മസാലയ്ക്ക് ഉണ്ടാവുക. നമ്മൾ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് നെയ്യും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഒറ്റ വിസിൽ അടിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ ചോറ് റെഡിയാവും. പിന്നെ നമ്മൾ മസാലയിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 3 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണ് തൈര്. പിന്നെ മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണ് ബിരിയാണി മസാല, 1 ടീസ്പൂണ് ഗരം മസാല. ഇത്രയും പൊടികളാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അങ്ങനെ മസാലക്കുള്ള പണികളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത്
നമ്മളെ ചോറ് അവിടെ സെറ്റായിട്ടുണ്ട്. ഒരു വിസിലടിച്ച് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അതിൻ്റെ ഫുള്ള് പ്രഷർ പോയതിൻ്റെ ശേഷമാണ് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. എന്നാലാണ് കറക്റ്റ് വേവിൽ നമുക്കത് കിട്ടുള്ളൂ. ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂസും റെസിൻസും ഒക്കെ ഫ്രൈ ചെയ്തതും പിന്നെ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു, മാഷാ അല്ലാ. നിങ്ങളിനി ചെമ്മീൻ ബിരിയാണി വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ക്ലീനിങ്ങും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വീക്ക്ലി പ്ലാനർ റെഡിയാക്കുന്നതിൻ്റെ കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ക്ലീനിങ് ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫ്രൈഡേയിൽ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇബാദത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു വീക്കിൽ ഓരോ ഡേയ്സിലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ എനിക്ക് ഏകദേശം അതുപോലൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഈ വീക്കിലേക്കുള്ള പ്ലാനർ റെഡിയാക്കണം ഇൻഷാ അല്ലാ. വീക്കിലി പ്ലാനർ റെഡിയാക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ എടുത്തിടാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ പോകുന്നത് മസ്കറ്റിലുള്ള അൽമോജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസിലേക്കാണ്. ഞാനിങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ ആ പ്ലേസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിന് സാധിച്ചു, അൽഹംദുലില്ലാ. ഫ്രൈഡേ ആവുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. ആഴ്ചയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ദിവസം ഫ്രൈഡേ ആണ്. എന്താണെന്നറിയില്ല, നമുക്കൊരു പെരുന്നാളൊക്കെ വരുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. പിന്നെ വെള്ളിയാഴ്ച എന്ന ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളും മഹത്വങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജുമുഅ ഉണ്ട് എന്നുള്ളത്. പിന്നെ രണ്ടാമത്തൊരു പ്രത്യേകത, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ദുആക്ക് അള്ളാഹു പെട്ടെന്ന് ഇജാബത്ത് നൽകും. അതേപോലെ തന്നെ സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഓതിയിട്ട് പാപമോചനത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്താൽ അള്ളാഹു നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ പുറത്തു തരും. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള ദിവസങ്ങളെക്കാളൊക്കെ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാനിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. للوطن الحبيب مشيدا أنمى إليه وأستفيض جلالا وأراقب الرحمن جل جلاله وتقدست أسماؤه وتعالى وأكون للوطن الحبيب مشيدا أنمى إليه وأستفيض جلالا